സാർ, ഇന്നലെ വന്ന ഹൈക്കോടതി വിധി കേരളത്തിന്റെ ഹൈക്കോടതി ചോദിച്ചു, പ്രതിപക്ഷത്തിനുള്ളത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയുണ്ടായി. പിന്നെ ഇവിടെ ഒരു വക്കീലുണ്ട് സാർ, അദ്ദേഹം താഴെ കോടതി പോയി തോക്കുമ്പോ പറയും അപ്പീൽ പോകാൻ വിധിയായിട്ടുണ്ട്. പിന്നെ സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതിയുടെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഒരു നിയമസഭാ സാമാജികനോട് ചോദിക്കുകയാണ് 10 ലക്ഷം രൂപ ഫൈൻ അടിക്കണമോ എന്ന് ചോദിച്ച ചരിത്രം കേരളത്തിന്റെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതേവരെയില്ല സാർ. സ്വന്തമായിട്ട് ഓഫീസുണ്ട് സാർ, സ്വന്തമായി വാദിക്കുന്നയാളാണ് സാർ. ഈ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ കാണിക്കും കടലാസുണ്ടെന്ന്. കോടതി ചോദിച്ചപ്പോ ഇതാ കാണിക്കുന്നത്. ഇതാണ് രേഖ. ഈ രേഖ ശങ്കരാനി പറഞ്ഞ രേഖ. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ സാർ? ഇത് വളരെ പ്രധാനപ്പെട്ട വിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട ബില്ലാണ് സാർ. ആ സന്ദർഭത്തിലാണ് പ്രതിപക്ഷം ഈ നിയമനിർമ്മാണത്തെ ആകെ തടസ്സപ്പെടുന്ന രീതി സ്വീകരിച്ചിട്ടുള്ളത്. സാർ, കേരളത്തിന്റെ ചരിത്രത്തിൽ കോടതികളിൽ നിന്ന് ഇതേപോലെ തിരിച്ചടിയേറ്റ ഒരു പ്രതിപക്ഷവും ഇല്ല എന്ന കാര്യം നമുക്ക് കാണണം സാർ. കെ ഫോണിന്റെ കേസ് വന്നു കഴിഞ്ഞ ഘട്ടത്തിൽ കേരളത്തിന്റെ ഹൈക്കോടതി ചോദിച്ചു, പ്രതിപക്ഷത്തിനുള്ളത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയുണ്ടായി. ആ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് മാത്രമാണ് ഈ ഇവിടെ കാണിക്കുന്ന കോലാഹലത്തിന് പുറകിലുള്ളതും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് മാത്രമാണ് എന്ന് കാണണം സാർ. AI ക്യാമറയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോടതിയിൽ പോയി കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ രാഷ്ട്രീയ തർക്കത്തിനും സങ്കുചിത താല്പര്യത്തിനുള്ള വേദിയായി കോടതിയെ മാറ്റരുത് എന്ന മുന്നറിയിപ്പ് കേരള ഹൈക്കോടതി നൽകുകയുണ്ടായി സാർ. പിന്നെ ഇവിടെ ഒരു വക്കീലുണ്ട് സാർ, അദ്ദേഹം താഴെ കോടതി പോയി തോക്കുമ്പോ പറയും അപ്പീൽ പോകാൻ വിധിയായിട്ടുണ്ട്. ഹൈക്കോടതി പോയി അവിടെ തോറ്റു, അപ്പോഴും പറയുന്നു അപ്പീൽ പോകാൻ വിധിയായിട്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞു. പിന്നെ സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതിയുടെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഒരു നിയമസഭാ സാമാജികനോട് ചോദിക്കുകയാണ് 10 ലക്ഷം രൂപ ഫൈൻ അടിക്കണമോ എന്ന് ചോദിച്ച ചരിത്രം കേരളത്തിന്റെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതേവരെയില്ല സാർ. സ്വന്തമായിട്ട് ഓഫീസുണ്ട് സാർ, സ്വന്തമായി വാദിക്കുന്നയാളാണ് സാർ. ഇനിയിപ്പോ ആകെ ആശ്രയം ഹേഗിലൊരു കോടതിയുണ്ട്, ഇന്റർനാഷണൽ കോടതി. ആ കോടതിയിലേക്ക് അപ്പീലുണ്ട് എന്നാണ് ഇന്നലെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് സാർ. സാർ, എല്ലാ ഇതിനകത്തും ഈ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ കാണിക്കും കടലാസുണ്ടെന്ന്. കോടതി ചോദിച്ചപ്പോ ഇതാ കാണിക്കുന്നത്. ഇതാണ് രേഖ. ഈ രേഖ ശങ്കരാനി പറഞ്ഞ രേഖ. ചാനൽ ചർച്ചയിൽ ജഡ്ജിമാരെല്ലാം വിധിച്ചു ഇത് കൊള്ളാം. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റില്ല. കേരളവർമ്മയുടെ കാര്യം ഞാൻ പറയുന്നില്ല. കേരളവർമ്മയിൽ അവസാനം കോടതിയിൽ പോയിട്ട് വോട്ട് കൂട്ടിക്കൊടുത്തു. ഏത് SFIക്കാർക്ക് ഒന്നുകൂടി വോട്ട് കൂട്ടിക്കൊടുത്ത അസാധാരണമായ സ്ഥിതിയുള്ള ആ നിയമസഭാ സാമാജികൻ കൂടിയുള്ള സ്ഥലമാണ് സാർ. അപ്പോ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് എല്ലാ കോടതിയിൽ നിന്നും ഭരണപക്ഷത്തിനാണ് സാധാരണ തിരിച്ചടിയേക്കുക എന്നാണ് വാർത്തയെങ്കിൽ പ്രതിപക്ഷത്തിന് തുടർച്ചയായ തിരിച്ചടികൾ മാത്രം അതാണ് ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നു സാർ. ഹൈക്കോടതിയുടെ ഇന്നലത്തെ SITയിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. പ്രതിപക്ഷ നേതാവോട് പറഞ്ഞു, അദ്ദേഹം അകത്തും പുറത്തും പറഞ്ഞു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഏത് ഏജൻസി? കേന്ദ്ര ഏജൻസി. രാഹുൽ ഗാന്ധി പറയുന്ന, സോണിയാഗാന്ധി പറയുന്ന, ഖാർഗെ പറയുന്ന BJPയുടെ ഉപകരണമായ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സാർ. അതൊഴികെയുള്ളതെല്ലാം ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു, ഹൈക്കോടതി തന്നെ SITയെ വെച്ചു അന്വേഷിക്കാൻ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷത്തിന് തൃപ്തിയായില്ല, BJP സമ്മതിക്കുന്നില്ല. BJPയുടെ ആവശ്യം ഇവിടെ നിയമസഭയ്ക്കകത്ത് അവതരിപ്പിക്കുന്നവരായി ഈ സഖ്യം മാറിയിരിക്കുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പിന്നെ ഈ നിയമനിർമ്മാണങ്ങൾ നിങ്ങൾ നോക്കൂ. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ ആശ്വാസം നൽകുന്ന നിയമനിർമ്മാണങ്ങൾ. ഇന്നലെ അവതരിപ്പിച്ച ബില്ല് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർവീസ് ജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അവ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ, ഉദ്യോഗസ്ഥന്മേൽ ഫൈൻ ഈടാക്കാൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സ്വതന്ത്ര ഏജൻസി നിങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിച്ചോ? ഇവിടെ റവന്യൂ മന്ത്രി അവതരിപ്പിച്ച ബില്ല്
എത്രയോ അപാരത്തിൽ വന്നു. ഞങ്ങൾക്ക് നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല, സ്ഥലം ഞങ്ങളുടെ കയ്യിലാണ്. അവര് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ബില്ല് ഈ നിയമസഭയിൽ അവതരിപ്പിച്ചു. നിങ്ങൾ ചർച്ച ചെയ്തോ? എത്രയോ ബാങ്കുകളുടെ ജപ്തിക്ക് മുൻപിൽ നിസ്സഹായരായി നിൽക്കുന്ന പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ ചിത്രം നമ്മൾ കണ്ടില്ലേ? ഇവിടെ എത്രയോ ശ്രമങ്ങൾ നടന്നു, ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിന്റെ അല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏക കിടപ്പാട് സംരക്ഷണം ബില്ല് കൊണ്ടുവന്ന സർക്കാർ പിണറായി നയിക്കുന്ന ഈ LDF സർക്കാരാണ് സാർ. അതെങ്കിലും നിങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ അനുവദിക്കണമായിരുന്നില്ലേ? അപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ ചർച്ച ചെയ്യേണ്ടതില്ല. എന്നാൽ നിങ്ങൾ എന്തെല്ലാം കോലാഹലം കാട്ടിയാലും ജനങ്ങൾക്കൊപ്പം നിന്ന ഈ നാടിന് വേണ്ടിയുള്ള നിയമനിർമ്മാണ പ്രക്രിയ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും സാർ. അതുകൊണ്ട് ഈ ബില്ല് കയർ തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഈ ബില്ല് പാസ്സാക്കണമെന്നും ഞാൻ ഈ സഭയോട് അഭ്യർത്ഥിക്കുന്നു. സാർ, ഇന്നലെ വന്ന ഹൈക്കോടതി വിധി വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒറിജിനൽ സ്വർണം മൂടിയ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ്. ഗൗരവതരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. സാർ, അതിന് സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ മേധാവി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വരുമ്പോ ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാതെയുള്ള ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ്. നിയമസഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത്. ഉന്നത നീതിപീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയെ ഭയമാണ്, നിയമസഭയെ ഭയമാണ്, ചർച്ചയെ ഭയമാണ്, ജനങ്ങളെ ഭയമാണ്. ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം തങ്ങളുടെ ഭീരുത്വം ആവർത്തിച്ച് ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ആ അംഗത്തെ ഇവിടെ കാണുന്നില്ലല്ലോ. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ സോഡിതഭൂപനും എന്ന മറ്റൊരു അംഗമുണ്ടല്ലോ. ഇവിടെയാണ് ചോദ്യോത്തര വേളയിലേക്ക് ഓർഡർ. ചോദ്യം നമ്പർ 211 ശ്രീ എ പി അനിൽകുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 212 ശ്രീ KM സച്ചിൻ ദേവ്, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ മന്ത്രി. മിനിസ്റ്റർ. പ്ലീസ്. മിനിസ്റ്റർ. നിങ്ങൾ ബഹുമാനപ്പെട്ട പട്ടികജാതി. ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി വഴി 1059 പട്ടികജാതി വിദ്യാർത്ഥികളെയും 80 പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ പഠനത്തിന് അയച്ചിട്ടുണ്ട്. ഉന്നത ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിക്കായി പരിശീലനത്തിന് ശേഷം 404 പട്ടികജാതി വിദ്യാർത്ഥികളെയും 36 പട്ടികവർഗ വിദ്യാർത്ഥികളെയും 1139 പട്ടികവർഗ കുട്ടികളെ വിദേശ പഠനത്തിനായിട്ട് അയച്ചിട്ടുണ്ട് സാർ. സാർ, ഞാൻ ഈ ചോദ്യം ശ്രീ KM സച്ചിൻ ദേവ്. സാർ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന പദ്ധതികളാണ് ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ, വിദേശ പഠനം സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന വിധത്തിൽ ഏറ്റവും ആധുനികമായി ഗവൺമെന്റ് രൂപീകരിച്ച വിദ്യാഭ്യാസ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സാർ ചോദ്യം. സാർ, ഈ ഗവൺമെന്റ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പദ്ധതിക്കാണ് സാർ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പരമാവധി ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഗവൺമെന്റ് ലക്ഷ്യത്തിനെ അടിസ്ഥാനമാക്കി നമ്മുടെ കുട്ടികളെ വിദേശ പഠനത്തിന് അയക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് പ്രധാനമായിട്ടുമുള്ളത് സാർ, നമ്മുടെ കുട്ടികൾക്ക് സിവിൽ സർവീസ് മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയും ഏറ്റവും നല്ല രീതിയിൽ
ഈ വകുപ്പ് നടത്തി വരുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിവിധ ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് സാർ. വിവിധ ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും വകുപ്പ് നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. ഇത്തരം പദ്ധതികളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റും വകുപ്പും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാർ ഏറ്റവും സാധാരണ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തൊരു ചോദ്യോത്തര വേളയിൽ സാർ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്ന രീതി ശരിയല്ല സാർ. ഇവിടെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഗവൺമെന്റാണ് സാർ നമ്മുടേത്. ഗവൺമെന്റിന്റെ ഈ നടപടി പ്രകാരം എത്ര പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ വിദേശ പഠനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാർ? ഇതാണ് ചോദ്യം സാർ. യെസ് മിനിസ്റ്റർ. സാർ, ഇവിടെ ഈ കാണുന്ന സാർ, ഇത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണ്. അവരുടെ കാര്യങ്ങൾ പറയുന്നതിനും കേൾക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സാർ ഇത്തരം ചോദ്യോത്തരങ്ങൾ നമ്മുടെ സഭാവേളകൾ നടത്തുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെ ഈ പ്രതിപക്ഷം ഈ രീതിയിൽ തടസ്സപ്പെടുത്തുന്ന ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല സാർ. ഞാനിവിടെ നേരത്തെ പറഞ്ഞു, ഇപ്പൊ വിദേശ പഠനത്തിന് 1039 കുട്ടികളാണ് സാർ നമ്മുടെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നിലവിൽ അയച്ചിട്ടുള്ളത്. ശ്രീമതി കെ ശൈലജ ടീച്ചർ. സർ, ധാരാളം കുട്ടികൾക്ക് വിദേശത്ത് അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള അങ്ങയുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു സർ. അതുപോലെ തന്നെ ഈ വിദേശത്തേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ മറ്റ് വിദേശ ഭാഷകളുമാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അത്തരം ഭാഷാ പരിശീലനത്തിനുള്ള സൗകര്യം കൂടി അങ്ങയുടെ നേതൃത്വത്തിൽ നൽകാമോ? ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു സർ, ഇത്രയും പ്രധാനപ്പെട്ട വിഷയം സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതിപക്ഷം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം ഓർത്താൽ നന്ന് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. മിനിസ്റ്റർ. സാർ, നമ്മുടെ ടീച്ചർ ഇവിടെ ചോദിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിദേശ പഠനത്തിന് നമ്മുടെ കുട്ടികളെ അയക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. അപ്പം അത്തരം കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് IFPC പോലെയുള്ള പരിശീലന പരിപാടികൾ വകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം ഉറപ്പുവരുത്തിക്കൊണ്ട് വിദേശ പഠനത്തിന് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വകുപ്പ് സ്വീകരിക്കും സാർ.